I brought 50k worth of Doge. Yes, I said it. 50,000 മുടക്കി ഡോജ് മേടിച്ച ഒരാളാണ് ഞാൻ. We are the fastest growing Malayalam cryptocurrency community in South India. Daily crypto update, news, chart analysis, price prediction അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Sunday special live stream, emergency or urgent live update അറിയുന്നതിനായി നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യാൻ ആരും മറക്കരുത്. തികച്ചും സൗജന്യമായ ക്രിപ്റ്റോകറൻസിക്കായി ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. Let's learn and earn together. ആൻഡ് യു നോ എൻ്റെ വീഡിയോസിലൊക്കെ ഡോജിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വി കാൺട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ദിസ് പ്രോജക്റ്റ്, ദിസ് കോയിൻ, ദിസ് പെർട്ടിക്കുലർ മീം കോയിൻസ്, സോ കോൾഡ് പീപ്പിൾ കോൾ ദം ഷീറ്റ് കോയിൻസ്. I don't really want to hide this. തീർച്ചയായിട്ടും ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഐ മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. ഇത് ചെയ്യുന്ന തെറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു 50,000 മുടക്കിയിട്ട് ആ ഡോജ് കോയിൻ മേടിച്ചത്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, ഇതിൻ്റെ പാസ്റ്റ് എന്താണ്, ഇതിന് ഇനി എന്ത് സംഭവിക്കും എന്നെല്ലാം വ്യക്തമായ ഒരു ധാരണ, ഒരു ഫോർകാസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്നിട്ട് പോലും വൈ ഐ ബ്രോട്ട് ഡോജ്. സോ ഐ റിഗ്രറ്റ് ബൈയിങ് ദാറ്റ് ഡോജ്. ബട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഇത് ഓപ്പണായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഐ മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് മൈ ഓഡിയൻസ് ടു ഡു ദാറ്റ് സെയിം മിസ്റ്റേക്ക്. സോ ഹിയർ ഐ ആം റിഗ്രറ്റിംഗ് ഫോർ മൈ മിസ്റ്റേക്ക് ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ഓപ്പൺ അപ്പ് എവറിത്തിങ്. ഐ വിൽ ഷോ യു മൈ വാലറ്റ് and I will tell you everything I did with that Doge. So ഡോജ് എന്ന് പറയുന്ന ഈ കോയിൻ ലോഞ്ച് ചെയ്ത് 2013 2013 ലോഞ്ച് ചെയ്ത ഈ കോയിന് പ്രത്യേകിച്ച് ഒരു പർപ്പസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മീം കോയിൻ എന്ന നിലയിൽ ക്രിപ്റ്റോ കറൻസിയെ തന്നെ കളിയാക്കുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഡോജ് എന്ന് പറഞ്ഞത്. ദർ വാസ് നോ പർപ്പസ്, ദർ വാസ് നത്തിങ് ബിഹൈൻഡ് ദാറ്റ് കോയിൻ. ഒരു പ്രോജക്റ്റ് ഇല്ലാതെ, ഒരു എന്താ പറയുക, ഒരു കൺസെപ്റ്റ് ഇല്ലാതെ, വെറുതെ ഒരു വൈറ്റ് പേപ്പർ പോലും ഇല്ലാതെ ലോഞ്ച് ചെയ്ത ഡോജിൻ്റെ കോയിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷനിലായിരുന്നു. ഫ്രം 2013 തൊട്ട് തന്നെ മാർക്കറ്റിൽ അതിനൊരു വലിയൊരു വാല്യൂ ഇല്ലാതെ ആൾക്കാർ സംസാരിക്കാതെ പോയിരുന്ന ആ കോയിനെ 2013 ലോഞ്ച് ചെയ്ത ആ കോയിനെ 2020 February 4th എലൻ മസ്കിൻ്റെ ട്വീറ്റോട് കൂടിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി ഡ്രിവൺ ടോക്കൺ. കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള കോയിനാണ്. ബിക്കോസ് പീപ്പിൾ ഡിസൈഡ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഡിസൈഡ് ചെയ്യുന്നു അതിൻ്റെ പ്രൈസ്, അതിനെ സെല് ചെയ്യണോ, അതിനെ പ്രൈസ് പമ്പ് ചെയ്യണോ. എസ്പെഷ്യലി എലൻ മസ്ക്, സോ കോൾഡ് ഡോജ് ഫാദർ AKA. So definitely he is the responsible guy why I brought Doge. സോ ഞാനതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദിസ് ഈസ് ഗോണ ബി ആൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഫോർ ഷുവർ. February 4th ഡോജിൻ്റെ ഫസ്റ്റ് ട്വീറ്റ് എലൻ മസ്ക് ചെയ്യുന്നത്. സോ ഐ വിൽ ഷെയർ ദാറ്റ് വീഡിയോ ഹിയർ. അതിനുശേഷം February 6th വീണ്ടും എലൻ മസ്കിൻ്റെ ഒരു ട്വീറ്റ് വന്നു. February 7th വീണ്ടും ഒരു ട്വീറ്റ് വന്നു. സോ ഫ്രം 4, 6, 7 അവിടെ നിന്ന് 8th, 10th, 15th വരെ എലൻ മസ്കിൻ്റെ ട്വീറ്റ് ഡോജിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതായത് ഡോജിനെ മേടിക്കാൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. ബട്ട് 15th ഡോജിൻ്റെ ട്വീറ്റ് എലൻ മസ്ക് ചെയ്തത്, യു ക്യാൻ സീ ഹിറ്റ് ഹിയർ, ദാറ്റ് he was asking for people to sell Doge. ഡോജിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സെൽ ഡോജ്. ഹോൾഡിങ്സിനെ, മെജോറിറ്റി ഹോൾഡിങ്സിനെ സെല്ല് ചെയ്യണമെന്ന് എലൻ മസ്ക് ട്വീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡോജിൻ്റെ പ്രൈസ് വീണ്ടും കുറയുന്നു. അതിനുശേഷം 24th വീണ്ടും ട്വീറ്റ് ചെയ്യുന്നു. അതിനുശേഷം March 6th വീണ്ടും ട്വീറ്റ് ചെയ്യുന്നു. ദെൻ March 14th വീണ്ടും ട്വീറ്റ് ചെയ്യുന്നു. മാർച്ചിന് ശേഷം April 1 വരെ ഡോജിൻ്റെ ട്വീറ്റ് നടക്കുന്നുണ്ട്. April 1 ശേഷം ഹീസ് അനൗൺസിങ് ദാറ്റ് he will literally put Dogecoin on next mission. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത മിഷനിൽ, അടുത്ത SpaceX മിഷനിൽ ഡോജ് കോയിനെ ഇടും, ഡോജ് കോയിൻ സ്പെൻഡ് ചെയ്യും, ഡോജ് കോയിനെ മൂണിലേക്ക് അയക്കും എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ എന്താ ചെയ്യുക, മേടിക്കാതെ വേറെ മാർഗമില്ലല്ലോ. ആൻഡ് ദേ നോ ദ പോസിബിലിറ്റീസ് ആൻഡ് ഡോജ് വെൻറ്റ് ഓൾ ദ വേ ഫ്രം 5, 6, 7 to the moon. You can see the chart. So that was the reality. And I brought Doge for around 6.1 rupees. 50,000 മുടക്കി February 4th ഞാൻ ഡോജ് മേടിച്ചു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് കാണിച്ചു തരാം. ഞാൻ മേടിച്ചത് ഒരു വട്ടം മേടിച്ചു, അതിനുശേഷം വീണ്ടും 6th മേടിച്ചു. ഐ വാസ് ഫിക്സിങ് മൈ ടാർഗറ്റ്സ് എവറി നൗ ആൻഡ് ദെൻ. എൻ്റെ ടാർഗറ്റ്സ് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് റൺ. അതായത് ഒരു February തൊട്ട് April 1 വരെ എൻ്റെ വാലറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ബട്ട് ആഫ്റ്റർ April, it exploded.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സെൽ ബിക്കോസ് ഒരു എന്താ പറയുക, ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇത്. എവിടെ പോയി നിൽക്കും, എങ്ങനെ പോയി അവസാനിക്കും? കാരണം ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ കോയിൻ ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഒരുപാട് പേർക്ക് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സെനാറിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബിക്കോസ് വി ഡോണ്ട് നോ വെൻ ആൻഡ് ഹൗ ദിസ് വിൽ എൻഡ്. എവിടെ പോയി നിൽക്കും, എവിടെ പോയി അവസാനിക്കും, ഏത് പ്രൈസിലായിരിക്കും ഇത് ടച്ച് ചെയ്യാൻ പോകുന്നത്? ടെക്നിക്കൽസിനെ പോലും റെസ്പെക്ട് ചെയ്യാതെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടെക്നിക്കൽസ്, Doge was going up. It went all the way to 30, 40, 50, 60. People were expecting Doge $1 അടിക്കും. അതിനുശേഷം SNL പ്രോഗ്രാം വരുന്ന സമയത്ത് പീപ്പിൾ വെർ ലൈക്ക് ഓക്കെ ഡോജ് ഇനിയും പമ്പ് ചെയ്യും, ഇനിയും മുകളിലേക്ക് പോകും, ഇനിയും പ്രൈസ് കയറും. നൗ വാട്ട് ഇസ് ഹാപ്പനിങ്? ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഞാൻ ഡോജ് മേടിച്ചത് 50,000 ആണെന്നുണ്ടെങ്കിൽ ഐ മെയ്ഡ് എ ഡീസെൻറ്റ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഈവൻ ദോ ഐ മെയ്ഡ് സം ലോസ് ഇൻ ദ ബിഗിനിങ്. ഒരു ചെറിയൊരു പോർഷൻ എനിക്ക് സെല് ചെയ്യേണ്ടി വന്നു വെൻ ദ മാർക്കറ്റ് വാസ് ഗോയിങ് ഡൗൺ. ഒരു കൺട്രോളും ഇല്ലാത്ത താഴത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ സെല് ചെയ്യേണ്ടി വന്നു. ബട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് ഐ മെയ്ഡ് അറൌണ്ട് 30% പ്രോഫിറ്റ് ഫ്രം മൈ ഫസ്റ്റ് പർച്ചേസ് ഓഫ് ഡോജ്. So let me tell you this really from the bottom of my heart, don't buy Doge, don't buy Shiba. ഞാൻ പറയുന്ന കാര്യം ഇതാണ്. ഞാനതിന് എക്സ്പ്ലനേഷൻ തരാം. അതായത് ഒരു പ്രോജക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കോയിൻ വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ റിപ്പീറ്റഡ് ആയി പറയാനുള്ള കാരണം, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടേം എന്താണ് ക്രിപ്റ്റോ കറൻസി? ഇറ്റ് ഈസ് എ റിവാർഡ് സിസ്റ്റം. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു മാസീവ് ഡിസ്ട്രപ്റ്റീവ് ഇന്നോവേറ്റീവ് ഐഡിയയിൽ വരുന്ന ആൾക്കാരിലേക്ക്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക്, ഒരു ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരിലേക്ക്, അവരുടെ സ്വന്തം സിസ്റ്റം വാലിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് വരുന്ന മൈനേഴ്സിനെ, മൈനിങ് ചെയ്യുന്ന ആൾക്കാരെ റിവാർഡ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ക്രിപ്റ്റോ കറൻസി. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് എ നെറ്റ്വർക്ക്, ഇഫ് ദർ ഈസ് എ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഫോർ എക്സാമ്പിൾ എതേറിയം എടുക്കാം. അപ്പോൾ എതേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ എതേറിയത്തിന് വേണ്ടത് ഒരുപാട് വാലിഡേറ്റേഴ്സിനാണ്. സോ ആ വാലിഡേറ്റേഴ്സ് ആയിട്ട് വരാനായിട്ട് മില്യൺസ് ഓഫ് ആൾക്കാർ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം. സോ ആ വാലിഡേഷൻ സിസ്റ്റം റൺ ചെയ്യാനായിട്ട് ഇത്രയും അധികം ആൾക്കാർ നെറ്റ്വർക്കിൽ ഒരു ഭാഗമാകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ്. കാരണം അവരുടെ വീട്ടിലൊരു റിഗ് മേടിച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പവർ സപ്ലൈയും അതിൻ്റെ ഹാർഡ് ഡിസ്കും അതിൻ്റെ ഗ്രാഫിക്സ് കാർഡും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വർഷങ്ങളോളം അവർ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈതർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഫോമിൽ റിവാർഡ് ഈ മൈനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ യു സീ ദാറ്റ് എതേറിയം എന്ന് പറയുന്ന പ്രോജക്റ്റ് റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റിവാർഡാണ് ഈതർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി. ദാറ്റ് ഇസ് എതേറിയം, സോ കോൾഡ് എതേറിയം. സോ ഒരു പ്രൊജക്റ്റിന്റെ ബാക്കിൽ വരുന്ന ക്രിപ്റ്റോ കറൻസിക്ക് ആ പ്രൊജക്റ്റിന്റെ കൂടെ വലുതാവാനും വളരാനും അതിന്റെ പ്രൈസ് പമ്പ് ചെയ്യാനുമുള്ള കപ്പാസിറ്റിന്റെ കാലിബർ ഉണ്ട്. ഈവൻ ദോ റെസ്പെക്റ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓർ ദ പ്രൊജക്ട്, ഇറ്റ് ക്യാൻ ഗ്രോ ഫാസ്റ്റർ. സോ ഇതൊരു റാപ്പിഡ് ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രോജക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യുവർ മണി ഈസ് സേഫ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഷിബ്, ഷാജി, ശശി ആൻഡ് ഡോജ്, ഞാൻ ഒരിക്കലും ഷിബ് ആർമീനെയോ അല്ലെങ്കിൽ ഡോജ് ആർമീനെയോ ഞാനൊരിക്കലും തെറ്റ് പറയുന്നില്ല. ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നത് എല്ലാവരുടെ അടുത്തും. I don't really want you to invest your money in some meme coins. To be frank, അത് നിങ്ങളുടെ മണിയെ എന്താ പറയുക, ഒരു സേഫസ്റ്റ് സൈഡിലേക്കല്ല കൊണ്ടുപോകുന്നത്. നിങ്ങൾ അധ്വാനിക്കുന്ന, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഓരോ രൂപയും അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗുഡ് ടു മേക്ക് മണി ഫ്രം ദോസ് കൈൻഡ് ഓഫ് പ്രോജക്റ്റ്. നമുക്കതിൽ നിന്നെല്ലാം നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 50,000 മുടക്കി എനിക്കൊരു തിരിച്ചൊരു റിട്ടേൺ 20,000 കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇഫ് ഐ ക്യാൻ മേക്ക് ദാറ്റ് പ്രോഫിറ്റ് ഇഫ് from the meme coins, you can also do that same thing, but it depend upon your luck. അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടോ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അത് ലക്ക് മാത്രമാണ്, അത് പ്യുവർ ലക്കാണ്. അതായത് ഇപ്പോൾ പലരും ഡോജിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, പലരും ഷിബിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഷിബിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആൻഡ് ഐ തിങ്ക് ഷിബിനെ കുറിച്ച് 14th എലൻ മസ്ക് ട്വീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഷിബിൻ്റെ മാർക്കറ്റിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. ഷിബ് ഉണ്ടാക്കിയ ആൾക്കാരും ക്രിയേറ്റ് ചെയ്ത ആൾക്കാരും, ഡോജ് കില്ലർ എന്നറിയപ്പെടുന്ന ഷിബിനെ എലൻ മസ്ക് ട്വീറ്റ് ചെയ്ത് എലൻ മസ്ക് പമ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് വെൻറ്റ് ഓൾ ദ വേ ടു അപ്പ്. 1 രൂപയൊക്കെ ആവുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. സോ അതുപോലെയുള്ള കോയിൻസിൽ നിങ്ങളെ ലക്ക് ഉപയോഗിച്ച് ലോട്ടറി മേടിക്കുന്ന പോലെ ബൈ either you can win or you can lose all the money. സോ നിങ്ങൾ മേടിക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് നല്ല പ്രൊജക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് സംസാരിച്ച് കേട്ടതാണ്. സോ ഐ ഫെൽറ്റ് ദാറ്റ് ഈസ് ഗുഡ്.
നമുക്ക് നഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു എമൗണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയാണെങ്കിൽ യു ക്യാൻ ബൈ ഗുഡ് കോയിൻസ്, ഇൻവെസ്റ്റ് ഫോർ എ ലോങ് റൺ. നിങ്ങൾക്ക് ഒരു ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം. അതല്ലാതെ ഇത്തരത്തിലുള്ള കോയിനിലേക്ക് ട്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മേടിച്ച് വെക്കുന്നതിനെ കുറിച്ചോ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ദർ ഈസ് സംതിങ് സ്ട്രോങ് ബിഹൈൻഡ് ദാറ്റ് പ്രോജക്റ്റ്. ഇത് എന്നെ സംബന്ധിച്ച് ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെയിൻ റീസൺ, ഐ മേഡ് ദാറ്റ് മിസ്റ്റേക്ക് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ ബിലീവ് ചെയ്യുന്ന എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഞാൻ അറിവെത്തുകയാണ്. ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് നഷ്ടപ്പെടുത്തരുത്. അഫ്കോഴ്സ് ഷിബ ഇപ്പോൾ പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, തീർച്ചയായിട്ടും അതെല്ലാം ബെനിഫിഷ്യൽ ആവാം ഇൻ ലോങ് റൺ, മേ ബി ഇൻ 5 years or 10 years, ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ ഡോജിൻ്റെ അവസ്ഥ എന്താണ്? എലൻ മസ്ക് പലതവണ അതിനുശേഷം ട്വീറ്റ് ചെയ്തിട്ടും SNLന് ശേഷം പല ട്വീറ്റുകൾ വന്നിട്ടും പല ഡിസ്കഷൻസും വന്നിട്ടും വാട്ട് ഹാപ്പൻ? എലൻ മസ്ക് SNL പ്രോഗ്രാമിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി എ ഹസിൽ, ഒരു സൈഡ് ബിസിനസ് പോലെയാണ്, അതല്ലാതെ ദർ ഇസ് നത്തിങ് ബിഹൈൻഡ് ഡോജ്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസോ? ബിറ്റ്കോയിൻ എന്താണ് പർപ്പസ്? ബിറ്റ്കോയിൻ എന്താണ് പർപ്പസ് ഓഫ് ബിറ്റ്കോയിൻ? അഫ്കോഴ്സ് ദർ ഇസ് നോ പർപ്പസ് ഓഫ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ഞാൻ പറയട്ടെ, ബിറ്റ്കോയിൻ is the first cryptocurrency in the universe. So king is always king. Kingന്റെ പർപ്പസ് എന്താ? To serve the kingdom, to rule the kingdom. Bitcoin is the king of the cryptocurrency. So don't ever compare Bitcoin with Doge. That is my point. And to be frank, you can make a lot of money from Bitcoin, you can make a lot of money from Doge. Doesn't matter whether you invest in meme coins or shit coins or so-called the project driven coins. You can make money out of all these projects. ബട്ട് നിങ്ങളുടെ മണിയെ, നിങ്ങൾ ഉണ്ടാക്കുന്ന അധ്വാനത്തിലൂടെ വരുന്ന കാശിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലുക്ക് ആഫ്റ്റർ വാല്യുബിൾ പ്രോജക്റ്റ് ഡ്രിവൺ കോയിൻസ് ലൈക്ക് എതേറിയം, ചെയിൻലിങ്ക്, BNB, ADA, Matic. There are many million coins. Like ഏകദേശം 10,000 എബോ കോയിൻസ് മാർക്കറ്റിലുണ്ട്. അതിൽ ഇന്നാൾ ബിനാൻസിൻ്റെ ഓണർ പറഞ്ഞ പോലെ 90% ഓഫ് ദ കോയിൻസ് വിൽ വൈപ്പ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഹാപ്പൻ. ഈ പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 500 കോയിനെങ്കിലും മാർക്കറ്റിൽ മതിയായിരിക്കാം. 500+ coins is more than enough. So think about that. There is a future behind all the coins. So ആ ഫ്യൂച്ചർ ഇല്ലാതെ വരുന്ന കോയിൻസ് എല്ലാം തന്നെ മാർക്കറ്റിൽ നാളെ വൈപ്പ് ഔട്ട് ആയി പോകും. നിങ്ങളിന്ന് കാണുന്ന INNDC, SYC, അതുപോലെ തന്നെ സേഫ് മൂൺ, വാട്ട് ആർ ദെയർ പർപ്പസ്? അപ്പോൾ ഇത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റൽ കറൻസി ക്രിയേറ്റ് ചെയ്തത് തന്നെ പീപ്പിൾസിന് വേണ്ടിയിട്ടാണ്, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഒരു വലിയ എൻറ്റിറ്റിയാണ് ഇന്നത്തെ കറൻസിയെ മാനേജ് ചെയ്യുന്നത്, ഫിയാറ്റ് കറൻസിയെ മാനേജ് ചെയ്യുന്നത്. അവർക്ക് കറൻസി ഇല്ലാന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടി പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ INR കറൻസി, ഇന്ത്യയിലെ ഫിയാറ്റ് മണി കുറച്ച് കുറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? അന്ന് കുറച്ച് പ്രിന്റ് ചെയ്തോളൂ. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഈ പറയുന്ന കറൻസിയുടെ വാല്യൂ കുറയും. വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്നൊരു 50,000 രൂപയുണ്ട്, നമുക്ക് ഇന്ന് 50,000 രൂപ വെച്ച് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണോ നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 50,000 രൂപ വെച്ച് കിട്ടുക? തിങ്ക് അബൌട്ട് ദാറ്റ്. ദ വാല്യൂ ചേഞ്ചസ്. ബട്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ 0.01 ബിറ്റ്കോയിൻ ഉണ്ട്, നിങ്ങൾക്കൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ആണ് ബിറ്റ്കോയിൻ ഉണ്ടാവുക. തിങ്ക് അബൌട്ട് ദാറ്റ്. ദിസ് ഈസ് ദ ഫ്യൂച്ചർ. ബിഹോൾഡ് ദ ഫ്യൂച്ചർ. സോ ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വാച്ച് മൈ വീഡിയോ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റൽ കറൻസി ഫോം, ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ, മെയ്ഡ് ബൈ ദ പീപ്പിൾ, ക്രിയേറ്റഡ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. സോ ദിസ് ഇസ് ഫോർ അസ്. നമ്മൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്യാനില്ലാതെ, ഒരാൾ ഇതിനെ ഡിജിറ്റലി എന്താ പറയുക കൺട്രോൾ ചെയ്യാനില്ലാതെ. എന്നാൽ പോലും ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന വേർഡിനെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നോക്കാനില്ലാതെയല്ല ഉള്ളത്. അതായത് ഇപ്പോൾ എതേറിയം ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡീസെൻട്രലൈസ്ഡ് ആയതിൻ്റെ മെയിൻ ദ ഫാക്ട് ബിഹൈൻഡ് ദ ഡീസെൻട്രലൈസേഷൻ ഇസ് ദാറ്റ് എതേറിയത്തെ സപ്പോർട്ട് ചെയ്യാൻ മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്, മൈനിങ് ചെയ്യാനിരിക്കുന്നവരുണ്ട്. അവരുമായിട്ടുള്ള ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എന്നാൽ ഒരാൾക്കും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, അൺഹാക്കബിൾ, അൺചേഞ്ചബിൾ ആയിട്ടുള്ള, എന്താ പറയുക, അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ആ ബ്ലോക്ക് ചെയിനിൽ ഒരു പാർട്ടാണ് ക്രിപ്റ്റോ കറൻസി. അതിലൊരു ഭാഗമായി നിങ്ങളെല്ലാവരും എൻ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ see the future within 2-3 years. 1% ആൾക്കാർ മാത്രമേ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി മേടിച്ചിട്ടുള്ളൂ.
നിങ്ങളിന്ന് ഡോജ് മേടിച്ചിട്ടുണ്ടാവാം, നിങ്ങളിന്ന് വേറെ ഏതെങ്കിലും ഫോം ഓഫ് ക്രിപ്റ്റോ കറൻസീസ് മേടിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ഷിബ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇഫ് യു ക്യാൻ ഹോൾഡ് ഓൺ ടു ദാറ്റ് ഫോർ യുവർ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഞാൻ പറയുന്നു, ഇപ്പോഴും ബുൾ റൺ അവസാനിച്ചിട്ടില്ല. ബുൾ റൺ വിൽ എൻഡ് ബൈ ദി എൻഡ് ഓഫ് 2022 ഫസ്റ്റ് ക്വാർട്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ നമുക്ക് ബുൾ റൺ അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മീൻ വൈൽ യു വിൽ സീ മാജിക് വണ്ടർ ഹാപ്പനിങ് ഇൻ യുവർ വാലറ്റ്. നിങ്ങളെ കറൻസിയിൽ കാണാൻ പോകുന്ന ചേഞ്ചസ് ഒന്നുമല്ല എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഐ എം ഹിയർ ടു എഡ്യൂക്കേറ്റ് യു, ഐ എം ഹിയർ ടു ടെൽ യു ദിസ് ട്രൂത്ത് ദാറ്റ് യു ബിഹോൾഡ് ദ ഫ്യൂച്ചർ. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഡോജ് ആണെങ്കിലും മറ്റു പല കറൻസീസ് ആണെങ്കിലും ഇതിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ ട്വീറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പമ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറും നഷ്ടത്തിന് വിറ്റ് കളയണ്ട, ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും തന്നെ നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് ഒരിക്കലും ഒരു ബോദർ ചെയ്യുന്ന കൺസേൺ ആവില്ല. അതുകൊണ്ട് തന്നെ ഐ നോ ദാറ്റ് ദിസ് വിൽ ഗോ എബോവ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ടു ദ മൂൺ, ഫോർ ഷുവർ ദിസ് വിൽ ഗോ ബിയോണ്ട് ദാറ്റ്. സോ ഇതൊന്നുമല്ല, ഇതൊക്കെ മേലെ സഞ്ചരിക്കാൻ നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസിയിലേക്ക് വീട്ടിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. ടു ഹോൾഡ്, ബി എ ഹോൾഡർ. ദിസ് ഈസ് യുവർ ക്രിപ്റ്റോ മാസ്റ്റർ സൈനിങ് ഓഫ് ഫ്രം ക്രിപ്റ്റോ ട്രൈബ്, ആൻഡ് ഐ വിൽ ബി സീയിങ് യു വെരി സൂൺ. ഗോഡ് സ്പീഡ്.